ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2021 ചോദിച്ച PSC ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ്? വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? N പ്രഭാകരൻ. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആര്? ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജസ്റ്റിസായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവ്വഘട്ടം. അറബിക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദി. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നർമ്മദ, പെരിയാർ, സിന്ധു. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ ടു ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയത് എക്കൽ മണ്ണാണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. വേടന്തങ്കൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസോ ഡി ആൽബുക്കർക്കെ. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? ഫ്രാൻസിസ്കോ അൽമേഡ. ഓക്കെ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാരൻ ഹാസ്റ്റിങ്സ്. എനിക്ക് തോന്നുന്നു വാരൻ ഹാസ്റ്റിങ്സ് ഒരു ഫേവറേറ്റ് ടോപ്പിക് ആണല്ലോ PSCയുടെ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയും ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഒരു വളരെ ഫേവറേറ്റ് ടോപ്പിക്കാണ് PSCയുടെ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. എമർജൻസി കാലത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷ്പ്രഭമാകുന്നത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശമാണ്. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആശയപ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള അവകാശം. ഓക്കെ. 33 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമാർജനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 17. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19th ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി.
ലോക്സഭാ സ്പീക്കർക്കോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഇങ്ങനെ ഒരു ഇളവ് ലഭിക്കുന്നില്ല. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, 3 years or 70 years. ഓക്കെ, അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും PSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സർദാർ പട്ടേൽ ഭവൻ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്. എത്രയാണ്? 560 കിലോമീറ്റർ, 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി, വയനാടാണ്. കേരളത്തിലെ കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയറ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക് ടു പാലക്കാട്. NH 966 ഫറോക്ക് ടു പാലക്കാട്. അപ്പൊ NH വളരെ ഫേവറേറ്റ് ഉള്ള ടോപ്പിക്കാണ് PSCയുടെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലനാണ്, AKG. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. തൂവയൽ പന്തികൾ. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരാണ്? കുറിച്യർ, അതുപോലെ കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8. 8 ഉള്ളിപ്പല്ലുകളാണ് നമ്മുടെ വായിലുള്ളത്. ഓക്കെ, ഈ പല്ലുകളും PSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? കരൾ. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ A ആയി മാറുന്നത്? കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ജീവകം D ആണ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്?
നൈട്രജൻ. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മീഥെയിൻ, ഓസോൺ, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ വയസ്സ് ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ ആണ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500°C, 5500°C. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശ്ലേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഓക്കെ, വില കാണുക. 23.08 പ്ലസ് 8.009 പ്ലസ് ഹാഫ്. 1.004 മൈനസ് 0.0542. 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയാൽ 10 കിലോഗ്രാം അരിയുടെ വില എന്ത്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഒരു നിശ്ചിത തുക. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 3.3:227 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത്? ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. ഈ ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യവില എത്ര? ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും 2 യാത്രകളും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര? ഒരു മണിക്കൂറിൽ ഒഴുക്കിനനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും? A = അധികം, B = ന്യൂനം, C = ഗുണനം, D = ഹരണം ആയാൽ. ഓക്കെ, 1 × 2 = 5ഉം 2 × 1 = 4ഉം ആയാൽ 3 × 5 എത്ര? സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ OPJUBTVF എന്ന് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജ്, ലോഡ്ജ്. ഒറ്റയാനെ കണ്ടെത്തുക. നെഫ്രോളജി, മൈക്കോളജി, പാത്തോളജി. ആസ്ട്രോളജി. ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ചുവപ്പ്, നീല, പച്ച. ഇതൊക്കെ പ്രൈമറി കളേഴ്സ് ആണ്. 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്ര? അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോൾ
ാണ് നീ ജനിച്ചത്. ഇപ്പോഴത്തെ അച്ഛന്റെ പ്രായം 54. എങ്കിലും മകന്റെ പ്രായം എന്ത്? താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? സ്റ്റാമർ. സോ ഇവിടെ നമ്മൾ സോറി, സ്റ്റാമർ അല്ല. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? സ്റ്റെം. സോ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 തന്നെ ചോദിച്ച നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ്. വിൽ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്.